അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകി. കഴിഞ്ഞ ദിവസം പീരുമേട്ടിലെ പാമ്പനാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന തെരുവുനായ 19ഓളം പേരെ കടിച്ച സംഭവത്തിൽ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റു തെരുവുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പഞ്ചായത്തിലെ അലഞ്ഞുതിരിയുന്ന മുഴുവൻ തെരുവുനായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നൽകുമെന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് അറിയിച്ചു. പീരുമേട് പഞ്ചായത്തിൽ വ്യാപകമായിട്ട് പട്ടി ഓടിച്ചിട്ട് 19 പേരെ കടിക്കുകയും അതിൻ്റെ ടെസ്റ്റൊക്കെ നമ്മൾ നടത്തി വന്നപ്പോഴത്തേക്ക് പേവിഷബാധയെന്ന് അറിയുകയും ചെയ്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് അതിൻ്റെ ക്രമീകരണങ്ങളുമായിട്ടാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ പട്ടിയെ പിടിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത് വീട്ടിൽ, അതായത് പേവിഷബാധ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ് രാവിലെ മുതൽ ചെയ്യുന്നത്. 6 മണി മുതൽ എന്തായാലും ഇന്ന് അതിൻ്റെ ടീം വരികയും നമ്മുടെ വെറ്ററിനറി ഡോക്ടർ അടക്കമുള്ളവരുടെ ഒരു ടീം, വലിയൊരു ടീം നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും മെയിൻ റോഡുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പട്ടികൾ, നമുക്കൊരു 80ഓളം പട്ടികൾക്ക് ഇന്ന് വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദീകരണം ജനങ്ങൾ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 19 പേർക്ക് പേവിഷബാധ ഉള്ള പട്ടി കടിച്ചെന്ന് പറഞ്ഞ രീതിക്കും, മൃഗങ്ങൾക്ക്, വളർത്തുമൃഗങ്ങൾക്ക്, പശുക്കളടക്കമുള്ള പട്ടികൾക്ക് ഈ കടിയേറ്റെന്ന് പറഞ്ഞൊരു ഭാഗമായിട്ട് ജനങ്ങൾ ഭയങ്കര ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു പരിഭ്രാന്തിയായിട്ടുള്ള വിഷയങ്ങൾ വേണ്ട. തിങ്കളാഴ്ച മുതൽ 4 ദിവസത്തോളം നമ്മുടെ വാർഡുകളിൽ വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് വാർഡുകളിലുള്ള മുഴുവൻ പേരും ഈ വളർത്തുമൃഗവുമായിട്ട് നിൽക്കുന്ന അത്രയും പേര് ഇതുമായിട്ട് സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ദിവസം മൃഗങ്ങളെയും മനുഷ്യനെ കടിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ രാവിലെ 6 മണിക്ക് തന്നെ പഞ്ചായത്ത് സ്പ്രേ ഡോഗ്സിനെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്തു വരികയും ഡോഗ് കാച്ചേഴ്സിനെ കോട്ടയത്തു നിന്നും വരുത്തി അതനുസരിച്ച് നമ്മളൊരു 80 ഡോഗ്സിനെ അടുപ്പിച്ച് രാവിലെ മുതൽ ഈ സമയം വരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രോപ്പറായിട്ട് വാക്സിനേറ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിലുള്ള വളർത്തുനായ്ക്കളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ വാക്സിനേഷൻ ആൾറെഡി വളർത്തുനായ്ക്കൾ ചെയ്തിരുന്നു. അതിനുശേഷം ഇനിയും ഏതെങ്കിലും നായ്ക്കളെ വിട്ടുപോകുകയോ അല്ലെങ്കിൽ വാക്സിനേഷൻ ഡ്യൂ ആവുകയോ ചെയ്ത ആനിമൽസിനെ വീണ്ടും വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഈ എല്ലാ നേരം മറ്റ് രാവിലെ പോലെ തരാൻ സാധിച്ചിട്ടുണ്ട്. പീരുമേട് പഞ്ചായത്ത് എല്ലാമാരും മറ്റു പഞ്ചായത്തിലെ വാക്സിനെക്കുറിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അനുമതിയോട് നമ്മൾ വാണ്ട് ഡോക്ടറിനെ ഉടൻ വാക്സിനേറ്റ് ചെയ്യുന്നതാണ്. കോട്ടയത്തു നിന്നുമാണ് നായ്ക്കളെ പിടികൂടുന്ന സംഘം എത്തിയത്. 6 അംഗ സംഘം മുഴുവൻ വാർഡിലും സന്ദർശനം നടത്തി 80ഓളം നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകി. വരും ദിവസങ്ങളിലും ഈ പ്രവർത്തനം തുടരുമെന്നും മുഴുവൻ തെരുവുനായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയെന്ന് ഉറപ്പുവരുത്തും. ഒപ്പം വരും ദിവസങ്ങളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് വളർത്തുനായ്ക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പിൽ പീരുമേട് മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ വിജി, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ദിവ്യ, പീരുമേട് പഞ്ചായത്ത് സെക്രട്ടറി സിയാദ് ടി, പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.